നമസ്കാരം, രഞ്ജിസ് ഇംഗ്ലീഷിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നടക്കാൻ പോകുന്ന HSST ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അരിസ്റ്റോട്ടിൽസ് പോയറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ഓരോ പോയിന്റ് എടുത്തെടുത്ത് നോക്കാം. നോക്കുക, അരിസ്റ്റോട്ടിൽ ഡിഫൈൻസ് പോയട്രി ആസ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി നോക്കുക, എന്താണ് ഇമിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പോയറ്റ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയുന്നത്. നോക്കുക, ദ പോയറ്റ് മസ്റ്റ് ഇമിറ്റേറ്റ് എയ്തർ തിങ്സ് ആസ് ദേ ആർ, തിങ്സ് ആസ് ദേ ആർ തോട്ട് ടു ബി, ഓർ തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഓക്കെ, ഈ മീഡിയം ഓഫ് ഇമിറ്റേഷൻ, പോയട്രി ആസ് എ മീഡിയം ഓഫ് ഇമിറ്റേഷൻ കൊണ്ട് അതിൽ എന്താണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോയറ്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ഇമിറ്റേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നോക്കുക, ദ പോയറ്റ് മസ്റ്റ് ഇമിറ്റേറ്റ് എയ്തർ തിങ്സ് ആസ് ദേ ആർ, തിങ്സ് ആസ് ദേ ആർ തോട്ട് ടു ബി, ഓർ തിങ്സ് ആസ് ദേ ഓട്ട് ടു ബി. ദ പോയറ്റ് മസ്റ്റ് ആൾസോ ഇമിറ്റേറ്റ് ഇൻ ആക്ഷൻ ആൻഡ് ലാംഗ്വേജ്. നെക്സ്റ്റ് പോയിന്റ്, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, tragedy came from the efforts of poets to present men as nobler or better than they are in real life. ഇതൊരു പോയിന്റാണ്. ഓക്കെ, എന്താണ്? അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, tragedy came from the efforts of poets to present men as nobler or better than they are in real life. ഇനി നോക്കുക, എപ്പിക് പോയട്രി ഓൾസോ ഇമിറ്റേറ്റ്സ്. ഈ അരിസ്റ്റോട്ടിലെ പോയറ്റിക്സിനകത്ത് അദ്ദേഹം ട്രാജഡിയെയും അതുപോലെ തന്നെ എപ്പിക് പോയട്രിയും അല്ലെങ്കിൽ കോമഡിയും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുന്നുണ്ട്. അല്ല, ആദ്യം നമ്മൾ ട്രാജഡിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി എപ്പിക് പോയട്രി. എപ്പിക് പോയട്രി ഓൾസോ ഇമിറ്റേറ്റ്സ് നോബിൾ മെൻ ലൈക്ക് ട്രാജഡി. ട്രാജഡിയെ പോലെ തന്നെ എപ്പിക് പോയട്രി എന്താണ് ചെയ്യുന്നത്? നോബിൾ മെന്നെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ബട്ട് ഹാസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് മീറ്റർ. വ്യത്യാസം എന്താണ്? Epic poetry has only one type of meter and is narrative in form. That's the major difference between tragedy and epic poetry. Okay, epic poetry also imitates noblemen but has only one type of meter and is narrative in form. Then comedy. എന്താണ് കോമഡി എന്ന് പറയുമ്പോൾ അരിസ്റ്റോട്ടലിന്റെ അഭിപ്രായത്തിൽ, on the other hand, shows a lower type of person and reveals humans to be worse than they are in average, or they are in real life. Okay, a comedy on the other hand shows a lower type of person and reveals humans to be worse than they are in average. ഇനി അദ്ദേഹം വരുന്നത് ട്രാജഡിയുടെ 6 എലമെന്റ്സിനെ കുറിച്ചാണ്. ട്രാജഡി ഹാസ് 6 എലമെന്റ്സ്. ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന പോലെ പ്ലോട്ട്, character, diction, thought, spectacle, and song. These are the 6 elements of tragedy according to Aristotle. നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കാം. പ്ലോട്ടിനെ കുറിച്ച് ആദ്യം നോക്കാം. പ്ലോട്ട്, according to Aristotle, plot is the soul of tragedy. ഇനി മസ്റ്റ് ഹാവ്സ് ഫോർ പ്ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പ്ലോട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. ഒരു പ്ലോട്ടിൽ എന്തൊക്കെ ഉണ്ടാകണം? എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. പിന്നെ എ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ. പിന്നെ എന്തൊക്കെ ഉണ്ടാകണം അതിനകത്ത്? എലമെന്റ്സ് ഓഫ് അസ്റ്റോണിഷ്മെന്റ്, റിവേഴ്സൽ, റെക്കഗ്നിഷൻ ആൻഡ് സഫറിങ്. അപ്പോ എ പ്ലോട്ട് മസ്റ്റ് ഹാവ് എ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചർ, എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്, and also have elements of astonishment, reversal, recognition and suffering. ഇനി അടുത്ത പോയിന്റ് എന്താണ്? റിവേഴ്സൽ, റെക്കഗ്നിഷൻ ആൻഡ് സഫറിങ് join together to create catharsis. ഇപ്പൊ റിവേഴ്സലും റെക്കഗ്നിഷനും സഫറിങ് കൂടെ ചേർന്നാണ്, അത് ഒരുമിച്ച് ചേർന്നാണ് കാണികളുടെ മനസ്സിൽ എന്തുണ്ടാക്കുന്നത്? കഥാർസിസ് ഉണ്ടാക്കുന്നത്. എന്താണ് കഥാർസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദി എൻചാന്റ്മെന്റ് ഓഫ് ഫിയർ ആൻഡ് പിറ്റി ഇൻ ദ ഓഡിയൻസ്.
pity for the tragic hero's plight and fear that his fate might befall us. Okay. അപ്പോൾ ഒരു പ്ലോട്ടിന് എന്തൊക്കെ ഉണ്ടാകണം? മസ്റ്റ് ഹാവ് ഫോർ എ പ്ലോട്ട് a beginning, middle and end, a determinate structure, elements of astonishment, reversal, recognition and suffering, then reversal, recognition and suffering join together to create catharsis. Catharsis is the engenderment of fear and pity in the audience. Pity for the tragic hero's plight and fear that his fate might befall us. ഇത്രയും കാര്യങ്ങളാണ് പ്ലോട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയുമുണ്ട്. എന്താണ് നോക്കുക? എ പ്ലോട്ട് മസ്റ്റ് ബി യൂണിവേഴ്സൽ ഇൻ സിഗ്നിഫിക്കൻസ് ആൻഡ് മെയിൻറ്റെയിൻ എ യൂണിറ്റി ഓഫ് തീം ആൻഡ് പർപ്പസ്. ഓക്കെ, ഇത്രയും കൂടെ നമ്മൾ പറയുമ്പോൾ പ്ലോട്ടിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് പ്ലോട്ടിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി നമ്മൾ അവിടെ റിവേഴ്സലിനെ കുറിച്ചും റെക്കഗ്നേഷനെ കുറിച്ചും സഫറിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. അതും അരിസ്റ്റോട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. റിവേഴ്സൽ അതിനെ പെരിപെറ്റിയ എന്ന് പറയാം. ഈസ് ആൻ ഐറോണിക് ട്വിസ്റ്റ് ഓർ ചേഞ്ച് ബൈ വിച്ച് ദ മെയിൻ ആക്ഷൻ ഓഫ് ദ സ്റ്റോറി കംസ് ഫുൾ സർക്കിൾ. അതാണ് റിവേഴ്സൽ കൊണ്ട് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് റെക്കഗ്നിഷൻ? Is the change from ignorance to knowledge, usually involving people coming to understand one another's true identities. അതാണ് റെക്കഗ്നിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് സഫറിങ്? ഈസ് എ ഡിസ്ട്രക്റ്റീവ് ഓർ പെയിൻഫുൾ ആക്ഷൻ വിച്ച് ഈസ് ഓഫൺ ദ റിസൾട്ട് ഓഫ് എ റിവേഴ്സൽ ഓർ റെക്കഗ്നിഷൻ. അപ്പം ഇത്രയുമാണ് പ്ലോട്ടിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത എലമെന്റ് അദ്ദേഹം പറയുന്നതാണ് ക്യാരക്ടറാണ്. നമുക്ക് ഇവിടെ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻലി ആരുടെ ക്യാരക്ടറാണ്? ഹീറോ. ഹീറോയുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം ഒരു ഹീറോയുടെ ക്യാരക്ടർ? മസ്റ്റ് ബി ഗുഡ് ആൻഡ് ദസ് മാനിഫെസ്റ്റ് മോറൽ പർപ്പസ് ഇൻ ഹിസ് സ്പീച്ച്. Must have propriety or manly valor. Must be true to life. Must be consistent. ഇതാണ് ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറയാതെ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഒരു ട്രാജിക് ഫ്ലോ കൂടെ ഉണ്ടാവും ഈ പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഹീറോയ്ക്ക്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ഡിക്ഷനെ കുറിച്ച് എന്താണ് പറയുന്നത്? ദ ഡിക്ഷൻ ഷുഡ് ബി എംബലിഷ്ഡ് വിത്ത് ഈച്ച് കൈൻഡ് ഓഫ് ആർട്ടിസ്റ്റിക് എലമെന്റ്. സോങ് എന്ന് പറയുമ്പോൾ ഈസ് വൺ ഓഫ് ദീസ് എംബലിഷ്മെന്റ്സ്. ദെൻ തോട്ട് എന്താണ്? തോട്ട് ഈസ് ദ ഫാക്കൽറ്റി ഓഫ് സേയിങ് വാട്ട് ഈസ് പോസിബിൾ ആൻഡ് പെർട്ടിനന്റ് ഇൻ ഗിവൺ സർക്കംസ്റ്റാൻസസ്. അതാണ് തോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്പെക്ടാക്കിൾ എന്ന് പറയുന്നതാണ് ഈസ് ദ തിയേറ്ററിക്കൽ എഫക്ട് presented on the stage where the decoration of the stage is the major part. ഇത്രയാണ് നമുക്ക് അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ചുരുക്കി പറയാവുന്ന കാര്യങ്ങൾ, നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ബാക്കിയുള്ളതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽ നിന്നും അങ്ങനെ വലുതായിട്ട് ചോദ്യങ്ങൾ വരികയില്ല. ഇതും നമുക്കറിയാവുന്നതാണെങ്കിലും നമ്മൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന പോയിന്റ്സ് ആണ് ഇതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ പോകാവുന്ന കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് അറിയാവുന്നതും നമ്മൾ റിവൈസ് ചെയ്യുന്നു, അറിയാത്തത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. അതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കുക, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ്, വിച്ച് ഈസ് നോട്ട് സംതിങ് അരിസ്റ്റോട്ടിൽ സേസ് ഹി വിൽ അഡ്രസ് ഇൻ ദ പോയറ്റിക്സ്. ഏതാണ്? The different kinds of poetry ആണോ, revision process for poetry ആണോ, the structure necessary for a good poem ആണോ, the method in which a poem is divided into parts ആണ്? ഏതായിരിക്കും? the revision process for poetry. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് അരിസ്റ്റോട്ടിൽ മീൻ ബൈ ഇമിറ്റേഷൻ? ഇമിറ്റേഷൻ കൊണ്ട് എന്താണ് അരിസ്റ്റോട്ടിൽ ഉദ്ദേശിക്കുന്നത്? റെപ്രസെന്റേഷൻ ഓഫ് ലൈഫ്. അടുത്ത ചോദ്യം നോക്കുക, which is not included in the definition of poetry. എസ്സേ ആണോ, ട്രാജഡി ആണോ, മ്യൂസിക് ആണോ, കോമഡി ആണോ?
ഏതാണ്? എസ്സേ. ഓക്കെ. അടുത്ത ചോദ്യം, വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പോയട്രീസ് ഇമിറ്റേഷൻ? റിതമാണോ, ലാംഗ്വേജ് ആണോ, ഇൻസ്റ്റിങ്ക്റ്റ് ആണോ, ഹാർമണി ആണോ? ഏതാണ്? ഇൻസ്റ്റിങ്ക്റ്റ്. ഓക്കെ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ഡ്രാമാറ്റാസ് മീൻ? എന്താണ്? ഡ്രാമ ഓഫ് ആക്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ട്രാജഡി പ്രസൻസ് മെൻ ബെറ്റർ ദാൻ ദേ ആർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കോമഡി പ്രസൻസ് മെൻ വേഴ്സ് ദാൻ ദേ ആർ. അടുത്ത ചോദ്യം, എപ്പിക് പ്രസൻസ് മെൻ ബെറ്റർ ദാൻ ദേ ആർ. ഇതിനെ പോലെ തന്നെ ട്രാജഡിയെ പോലെ. ട്രാജഡി എപ്പിക്കും തമ്മിലുള്ള വ്യത്യാസം, എപ്പിക് എന്താണ്? നരേറ്റീവ് ഫോമിലാണ് ഉള്ളത്. ഇനി അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ ഹോമർ ടെൻസ് ടു പ്രസന്റ് മെൻ ബെറ്റർ ദാൻ ദേ ആർ. അടുത്ത ചോദ്യം, വിച്ച് ഇസ് നോട്ട് എ ഫോം ഓഫ് ഇമിറ്റേറ്റീവ് നരേഷൻ? ഏതാണ്? സെക്കൻഡ് പേഴ്സൺ നരേറ്റർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് വൺ ഓഫ് ദ റീസൺസ് പോയട്രി എമേർജ്? എന്താണ്? മാൻസ് ഇൻസ്റ്റിങ്ക്റ്റ് ഫോർ ഇമിറ്റേഷൻ. അടുത്ത ചോദ്യം, വാട്ട് ഡസ് പോയട്രി ടെൻഡ് ടു ഇമിറ്റേറ്റ് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ? എന്താണ്? നോബിൾ മെൻ ആൻഡ് ബാഡ് മെൻ. അടുത്ത ചോദ്യം, വാട്ട് ജനറ ബിഗാൻ വിത്ത് ദ ഇമിറ്റേഷൻ ഓഫ് മീനർ മീൻ? എന്താണ്? കോമഡി. വിച്ച് ജോൺറ വാസ് അറ്റ് ഫസ്റ്റ് നോട്ട് ടേക്കൺ സീരിയസ്ലി? ഏതാണ്? കോമഡി. അടുത്ത ചോദ്യം, ഓൾ ദ എലമെന്റ്സ് ഓഫ് ഡാഷ് ആർ ഫൗണ്ട് ഇൻ ട്രാജഡി? ഏതാണ്? എപ്പിക്. അടുത്ത ചോദ്യം, വിച്ച് ഇസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് ട്രാജഡി? ഏതാണ്? നരേറ്റീവ് ഫോം. അടുത്തത്, വാട്ട് ബൈ ഡെഫിനിഷൻ ഈസ് സീരിയസ്, കംപ്ലീറ്റ് ആൻഡ് ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് മാഗ്നിറ്റ്യൂഡ്? ഏതാണ്? ട്രാജഡി. അടുത്ത ചോദ്യം, what comprises the arrangement of incidents that result from character and thought giving way to action? ഏതായിരിക്കും? പ്ലോട്ട് ആണ്. അടുത്ത ചോദ്യം, കോംപ്ലിക്കേഷൻ ആൻഡ് ഡിനോമന്റ് ആർ ടു എലമെന്റ്സ് ഓഫ് പ്ലോട്ട്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് അരിസ്റ്റോട്ടിൽ മീൻ ബൈ ഡിക്ഷൻ? എന്താണ്? റിതമിക് ലാംഗ്വേജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് ട്രാജഡി? എന്താണ്? പ്ലോട്ട് ആണ്. പ്ലോട്ട് ഈസ് ദ സോൾ ഓഫ് ട്രാജഡി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് എ ട്രാജഡി? ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിക്കൊണ്ടുപോകും. പക്ഷേ ചോദ്യം ചിലപ്പോൾ ഇതായിരിക്കും, വാട്ട് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് ട്രാജഡി? ഏതാണ്? സ്പെക്ടക്കിൾ ആണ്. അതാണ് സ്പെക്ടക്കിൾ. അടുത്ത ചോദ്യം, ട്രാജഡി റിലൈസ് ഓൺ ആക്ഷൻസ്. ദെൻ വാട്ട്സ് ദ ടേം ഫോർ എ പർഗേഷൻ ഓഫ് പിറ്റി ആൻഡ് ഫിയർ ഇൻ ദ ഓഡിയൻസ്? അതാണ് കഥാർസിസ്. അടുത്തത്, വാട്ട്സ് ടേം ഫോർ ദ ക്വാളിറ്റീസ് അസ്ക്രൈബ് ടു എ സർട്ടൻ മെൻ? എന്താണ്? ക്യാരക്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ PDF ഫയല് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. ഈ ടെലിഗ്രാം ചാനൽ ചിലർക്ക് ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഉള്ള പ്രശ്നമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ വാട്സപ്പിലൂടെ നമ്മുടെ ഈ നോട്ട്സ് തരുന്നതായിരിക്കും, PDF നോട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.